കുഞ്ഞു കിടന്നുറങ്ങാൻ നോക്കും. അതിന് പിരിയുമ്പം നേരം വെളുക്കും. എന്നും ഇതാണോ പെണ്ണമ്മേ ഇവിടുത്തെ പതിവ്? കുഞ്ഞു വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇതൊന്നും അല്ല ഇവിടുത്തെ പുകില്. ചില ദിവസം ചില പിഴപെട്ട പെണ്ണുങ്ങൾ ഇവിടെ വരും. അന്ന് ഒരേ ബഹളമായിരിക്കും. എന്റെ ദൈവമേ, ആ നീളം കൂടിയവനില്ലേ സണ്ണി, അയാളാണ് മുതലാളി ഇത്ര വഷളാക്കിയത്. എന്തുമാത്രം നടണം അടിച്ചുകൊണ്ട് പോയിരിക്കെന്നറിയാമോ? എന്ത് ചെയ്യാൻ കുഞ്ഞെ, നിയന്ത്രിക്കാൻ ആളില്ലാതായി പോയി. എനിക്ക് റമ്മിയായി കളിക്കാൻ നോക്കും. കളിക്കോ? അതിന് ഉറക്കം വരുന്നില്ലേ? പോയി കിടന്നു. മണവാളം കൂടിയില്ലേ ഉറക്കം വരത്തില്ലായിരിക്കും. നിങ്ങളുടെ എല്ലാം വീടുകളിൽ എന്നും ഇങ്ങനെയാണോ? നിങ്ങൾക്ക് അമ്മയും ഭാര്യയും പെങ്ങന്മാരും ആരുമില്ലേ? ഞാൻ ഈ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത്, വേലക്കാരിയായിട്ടല്ല. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഇനി ഇത് തുടരാൻ ഞാൻ അനുവദിക്കും. മണവാട്ടി ഇങ്ങനെ വെറും വയറ്റി ചൂടാകാതെ. ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത്. മണി എത്രയായെന്നറിയാമോ നിങ്ങൾക്ക്? കഴിഞ്ഞ 4-5 ദിവസമായി ഞാൻ ഇത് സഹിക്കുന്നു. എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത്. ഇവളിവിടെ കുറെ ഭരിക്കുമെന്നാണ് തോന്നുന്നത്. ഇവൻ ഇത്ര പെൺകോന്തനായി പോയല്ലോ. കളി ചൂട് പിടിച്ച് പറഞ്ഞല്ലോന്ന്. ഏതായാലും ഇന്നലെ വന്ന പെണ്ണിന്റെ തോക്കുന്നത് നാണക്കേടാ. നമുക്ക് 2 റൗണ്ട് കളിക്കാം. അവൾ എന്ത് ചെയ്യുന്നത് കാട്ടെ. നിർത്തണം, നിർത്തണം പറഞ്ഞത്. പെണ്ണേ, ഈ കുപ്പി ഗ്ലാസ് എടുത്തോട്ട് പോ. ഒന്ന് ഇറങ്ങണം, കഥ അടയ്ക്കണം. എല്ലാം എടുത്തിട്ട് പോ. മിസ്റ്റർ, നിങ്ങളോടുകൂടിയാ പറഞ്ഞത്, ഇറങ്ങണം. ഞാൻ ആരാണെന്നറിയാമോ? നിങ്ങൾ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കൂ. മര്യാദയ്ക്ക് പെരുമാറാനും പഠിക്കൂ. നിങ്ങൾ തീയോടാണ് കളിക്കുന്നത്. ഒന്ന് കളയണം മിസ്റ്റർ. ഇത്രയും കാലം കൊണ്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കാവുന്നതിന് അങ്ങ് അറ്റം വരെ നശിപ്പിച്ചു. ഇനി അത് ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. കടക്കു വെളിയിൽ. കുഞ്ഞെ, പാമ്പിനെയാണ് നോവിച്ചു വിട്ടത്. സൂക്ഷിക്കണം. ഇനി ഇവിടെ കേറിയാൽ അവന്റെ വിഷപ്പല്ലും ഞാൻ പറിച്ചെടുക്കും.